ഹായ്, ഒരു പൂരിക്കടായി ചിക്കനും പൊറാട്ടയും തന്നാന്. എൻ്റെ മോളെ എന്താ ടേസ്റ്റ്, ഇന്ന് അതന്നെ ആവാല്ലേ. ചിക്കനിലോട്ടൊരു മസാല തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പ്, മുളക്, മല്ലി, മഞ്ഞൾ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാണ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഒരു ചെറിയൊരു മസാലപ്പൊടി ഉണ്ടാക്കണം. ഇനി നമുക്ക് പട്ട, പൂവ്, ഏലക്ക, മല്ലിയും 2 ജീരകവും കുറേശ്ശെ എടുക്കാം. കുറച്ച് കസൂരി മേത്തിയും ഇട്ടിട്ട് വറുത്തെടുക്കാം. നന്നായി വറവായാൽ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആവാനായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അപ്പുറം മറിച്ച് കൊടുക്കാം. ആയതിനു ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ക്യാപ്സിക്കും ഉള്ളിയും ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി വാടുന്നതിന് മുമ്പ് കോരി മാറ്റടേ. ഇനി ആ ചിക്കൻ പൊരിച്ച എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ഏലക്കായും വലിയ ജീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലോട്ടൊരു സവാള മുറിച്ചിട്ട് കൊടുക്കാം. സവാള നന്നായി വാടി വന്നാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയും 1 തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി വാടിയതിന് ശേഷം 1 സ്പൂൺ മുളക്, മല്ലി, മഞ്ഞൾ, പെരുംജീരകം പൊടിച്ചത്, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ടൊമാറ്റോ സോസും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി പൊരിച്ച് വെച്ച് ചിക്കൻ ഇട്ടിട്ട് അതിലോട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ച് 15 മിനിറ്റ് മൂടി വെക്കാം. അതിൻ്റെ മുമ്പ് വറുത്ത് വെച്ച മസാല പൊടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി 15 മിനിറ്റ് മൂടി വെക്കാം. ഇത് തിളച്ച് വരുമ്പോൾ മസാലയുടെ മണം അടിപൊളിയാട്ടോ. അതിൻ്റെ ശേഷം നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും ക്യാപ്സിക്കവും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നമ്മളുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പൊറാട്ടയുടെ കൂടെ വിളമ്പാം. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.